ഗായ്സ്, ഒരു ദിവസം നിങ്ങളോട് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ പറയുന്നു, ഇനി മുതൽ നിങ്ങളോട് കൂടെ ചേർന്ന് എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ക്വിറ്റ് ചെയ്യുന്നു. ഈ സിറ്റുവേഷൻ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ജർമ്മനിയിൽ താമസിച്ചിരുന്ന രണ്ട് സഹോദരന്മാർ 1924 അവർ ഒരു ബ്രാൻഡ് സ്ഥാപിക്കുന്നു. ഇരുവരും ഒരുമിച്ചായിരുന്നു ആ ഷൂസ് ബ്രാൻഡ് നടത്തിക്കൊണ്ടു പോയിരുന്നത്. സ്ലോലി ബ്രാൻഡ് ഗ്രോ ചെയ്യാനായി തുടങ്ങി. 1936 ജെസി ഓവൻസ് ഈ ഷൂ ധരിച്ചാണ് ഒളിമ്പിക്സിൽ മത്സരിച്ച് മെഡൽ നേടിയിരുന്നത്. ഇതിനെ തുടർന്ന് അവരുടെ സെയിൽസും പോപ്പുലാരിറ്റിയും വളരെയധികം വർദ്ധിച്ചു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇരുവരും തമ്മിൽ ബിസിനസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് അവരുടെ ഭാര്യമാരിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഒരു വീട്ടിലായിരുന്ന ഇരുവരുടെയും താമസം മാറി താമസത്തിലേക്ക് വരെ എത്തി. 1948 ഇരുവരും വേർപിരിയുകയും പുതിയ ബ്രാൻഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് അതേ കമ്പനികൾ ലോകത്തിലെ ടോപ്പ് 3 കമ്പനികളിലൊന്നാണ്. അതെ, ഞാനിവിടെ സംസാരിക്കുന്നത് ഡാസ്ലർ ബ്രദേഴ്സായ അഡോൾഫ് ഡാസ്ലറിനെയും റുഡോൾഫ് ഡാസ്ലറിനെയും കുറിച്ചാണ്. ഡാസ്ലർ ബ്രദേഴ്സ് എന്ന ബ്രാൻഡിൻ്റെ തകർച്ചയ്ക്ക് പിന്നിലുണ്ടായ ഇരുവരുടെയും വാശിയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായുണ്ടായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2 ബ്രാൻഡുകളായ അഡിഡാസിനെയും പ്യൂമയെയും കുറിച്ചാണ്. ഗായ്സ്, എന്തൊക്കെ വന്നാലും നിങ്ങളുടെ ലക്ഷ്യം അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ മാത്രമായിരിക്കും. വിജയം അതെപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് മാത്രം അർഹതപ്പെട്ടതാണ്.